നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UDF ഭരണം നടത്തുന്ന മൂത്തേടം പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തി. മാർച്ച് കോൺഗ്രസ് പ്രസിഡന്റ് P. ഉസ്മാന്റെ രാജി ആവശ്യപ്പെട്ട്. ലീഗ് അവിശ്വാസ പ്രമേയത്താൽ പുറത്താക്കട്ടെ എന്ന് പ്രസിഡന്റിന്റെ വെല്ലുവിളി. വ്രതപുണ്യങ്ങളുടെ നാളുകൾക്ക് തുടക്കം. ശരണമന്ത്രധ്വനികളുമായി ഈശ്വര ദർശനം കാക്ഷിച്ച് മലചവിട്ടുന്ന ഭക്തർക്ക് ദർശന പുണ്യമൊരുങ്ങി. ചാലിയാർ മൊടവണ്ണക്കടവിന് തൂക്കുപാലം. MLAയും ജില്ലാ കളക്ടറും അടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. പദ്ധതി 100 ദിന കർമ്മ പദ്ധതിയിൽ. നിലമ്പൂർ സബ് ജില്ലാ കലോത്സവം 4 ദിവസം പിന്നിട്ടു. വേദികൾ നൃത്ത മത്സരങ്ങളാൽ സജീവം. വാർത്തകൾ വിശദമായി. UDF ഭരണം നടത്തുന്ന മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് മെമ്പർമാർക്കെതിരെയും ലീഗ് നേതാക്കന്മാർക്കെതിരെയും അപവാദ പ്രചരണം നടത്തുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് യൂത്ത് ലീഗ് നിലമ്പൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജസ്മൽ പുതിയറ ഉദ്ഘാടനം ചെയ്തു. ഏകാധിപത്യപരമായാണ് പ്രസിഡന്റ് ഭരണം നടത്തുന്നതെന്നും ലീഗ് മെമ്പർമാർക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്ന പ്രസിഡന്റ് പഞ്ചായത്തിന് തന്നെ അപമാനമാണെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. മൂത്തേടത്തെ കോൺഗ്രസിലെ മാന്യതയുള്ള നേതാക്കന്മാരുണ്ട്, മാന്യതയുള്ള യൂത്ത് കോൺഗ്രസിലെ നേതാക്കന്മാരുണ്ട്. പക്ഷേ അവരെയൊക്കെ പറയിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രസിഡന്റ് മുന്നോട്ടിറങ്ങിയാൽ ആ പ്രസിഡന്റിനെ ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരുത്തില്ല എന്ന് മുസ്ലിം യൂത്ത് ലീഗ് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, ഒരു വളരെ സങ്കടമുണ്ട് കാര്യം. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു. മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി മിനിറ്റ്സ് നോക്കിയാൽ അറിയാം ആരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താങ്കളെ നിർദ്ദേശിച്ചത് എന്ന്. ആരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താങ്കളെ നിർദ്ദേശിച്ചത് എന്ന്. പ്രസിഡന്റ് ഉളുപ്പ് അനക്കുവാണ്ട അയലോകത്തുണ്ടോ? ആ കാറ്റാടി പ്രദേശത്തിലെ ആളുകളെ കൂടി പറയിപ്പിക്കരുത് നിങ്ങൾ. ആ പ്രദേശത്തുകാർ മാന്യന്മാരാണ്. ആ പ്രദേശത്തിന് മാനം കെടുത്തരുത് നിങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് വികസന പ്രവർത്തനത്തിനാണ് ലീഗ് മെമ്പർമാർ എതിര് നിൽക്കുന്നതെന്ന് പ്രസിഡന്റ് മറുപടി പറയണമെന്നും EMS ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട 200ഓളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാൻ ആവശ്യമായ 2ാം ഘട്ട ഫണ്ട് നൽകിയതിനുശേഷം പഞ്ചായത്തിന് വാഹനം വാങ്ങിയാൽ മതിയെന്ന ലീഗ് നിലപാടാണോ വികസനത്തിന് എതിരെന്നും പ്രസിഡന്റ് വ്യക്തമാക്കണമെന്നും ജസ്മൽ പുതിയറ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ അധികാരം ഉപയോഗിച്ച് ലീഗ് വിരുദ്ധരുമായി ചേർന്ന് ലീഗിനെ തകർക്കുവാൻ ശ്രമിക്കുകയാണെന്നും ലീഗ് പ്രവർത്തകർക്കെതിരെ ഗൂഢാലോചനയിലൂടെ മനോവീര്യം കെടുത്തുവാൻ ശ്രമിക്കുന്നതായും ലീഗ് പ്രവർത്തകർ പറഞ്ഞു. അനാശാസ്യ പ്രവർത്തനം നടത്താൻ ഒരാളെ പ്രലോഭിപ്പിച്ചു എന്നുള്ള വിഷയം യൂത്ത് ലീഗ് കൊണ്ടുവന്നപ്പോൾ യൂത്ത് ലീഗിനെതിരെ അതിന് മറുപടി പറയാൻ പ്രസിഡന്റിന് കഴിയുന്നില്ല. ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു, മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഫോൺ കോളുകൾ 2 മാസത്തെ ഫോൺ കോളുകളുടെ ലിസ്റ്റ് പരിശോധിക്കട്ടെ. അധികൃതർ ലിസ്റ്റ് പരിശോധിക്കട്ടെ, വോയിസ് പരിശോധിക്കട്ടെ. ഇതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ രാജ്യത്ത്. പോലീസ് അധികാരികളോട് ഞങ്ങൾ പറയുന്നു, ലിസ്റ്റ് പരിശോധിക്കട്ടെ. ആ ലിസ്റ്റ് പരിശോധിച്ചാൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന പണി ഞങ്ങൾ നിൽക്കും. പഞ്ചായത്തിൽ അടവ് നയം കൊണ്ടുവരുവാൻ വേണ്ടിയല്ല ഈ പ്രകടനമെന്നും അടവ് നയമാണ് ഉദ്ദേശമെങ്കിൽ ഇതിനു മുമ്പേ ആവാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. മാർച്ചിനോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് സലീം തോണിയിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി CK നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP അബ്ദുറഹ്മാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ KT ഷെരീഫ് സ്വാഗതവും ഷിഹാബ് നന്ദിയും പറഞ്ഞു. മുസ്ലിം ലീഗ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കട്ടെ എന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് P. ഉസ്മാന്റെ വെല്ലുവിളി. ലീഗ് മെമ്പർമാർ വികസനത്തിനെതിരാണെന്നും മൂത്തേടത്ത് ലീഗ് CPM അടവ് നയം വീണ്ടും തലപൊക്കുകയാണെന്നും പ്രസിഡന്റ്. മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ലീഗ് CPM അടവ് നയത്തിന്റെ ഭാഗമാണെന്നും ലീഗ് മൂത്തേടത്തിന്റെ വികസന കാര്യത്തിൽ എന്നും തടസ്സം നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും മുസ്ലിം ലീഗിന്റെ വാർഡുകളിൽ യഥാസമയം ഗ്രാമസഭ വിളിച്ചു ചേർക്കാതെ പദ്ധതികൾക്ക് താമസം വരുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത്. മുസ്ലിം ലീഗിൽ തന്നെ ഇത്തരം സംഭവങ്ങൾക്കെതിരെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇസ്മായിൽ എന്ന നേതാവിന്റെ തീരുമാനമാണ് ഇപ്പോൾ മൂത്തേടത്ത് നടപ്പിലാക്കുന്നത്.
അവിടെ ഇനി ഇസ്മായിൽ ലീഗാണ്, അല്ലാത്ത ലീഗല്ല. ഇസ്മായിൽ ലീഗാണ് അവിടെ ലീഗ്. ഇസ്മായിൽ ലീഗ് പറയുന്ന ആൾ അവിടെ നടക്കുള്ളൂ. മറ്റുള്ള ലീഗുകാരെന്ന് പറയും UDF അല്ല അവിടെ. ഓൻ പറയണത് അവിടെ നടപ്പിലാകണമെന്നില്ല. അതിന് കുറെ ലീഗുകാരെതിരാ, ഒരുപാട് ലീഗുകാർ അവിടെ എതിരാ. നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരുപാട് ലീഗുകാരുണ്ട്. അണികൾ ഇതിനെതിരാണ്. പഞ്ചായത്തിന്റെ വിവിധ കമ്മിറ്റികൾക്ക് ആവശ്യമായ പാർട്ടി അംഗങ്ങളുടെ പേര് തരാതെയും പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെങ്കിലും പർച്ചേസ് നടത്തുന്നതിനുള്ള കമ്മിറ്റികൾ ഉൾപ്പെടെ താമസം വരുത്തുന്നത് മുസ്ലിം ലീഗിന്റെ പതിവാണ്. ലീഗ് CPM അടവ് നയത്തിന്റെ ഭാഗമായി പ്രത്യേകം ബോർഡ് യോഗം വിളിക്കുന്നതിനു വേണ്ടി ലീഗിന്റെ 4 അംഗങ്ങളും CPMന്റെ 2 അംഗങ്ങളും ഒപ്പിട്ട കത്ത് വരെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൂത്തേടം പഞ്ചായത്തിൽ നമുക്ക് ലീഗിന് അടവ് നയം എന്ന് പറയാനുള്ള ഉദ്ദേശം, മൂത്തേടം പഞ്ചായത്തിൽ പർച്ചേസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ആ പർച്ചേസ് കമ്മിറ്റി രൂപീകരിക്കുകയും ആ ബോർഡിൽ അവരതിന് ശക്തമായി എതിർക്കുകയും അതിനുശേഷം തീരുമാനമെടുക്കുകയും പുറത്തിറങ്ങി വീണ്ടും അതിനെ എതിർക്കുകയും അതിനുശേഷം അവർ പ്രത്യേക ബോർഡ് വിളിച്ചു കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ 4 ലീഗിൻ്റെ അംഗങ്ങളും 2 CPMന്റെ അംഗങ്ങളും ഒപ്പിട്ട രേഖയാണിത്. UDF പണിയുണ്ട്. ആ ബോർഡിലേക്ക് അവർ കൊണ്ടുവന്നതാണ്. പർച്ചേസ് കമ്മിറ്റി 5 ലീഗിന്റെയും 5 CPMന്റെയും ലിസ്റ്റ് കൊണ്ടുവന്നാണ്, ആ ബോർഡിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പൊ അടവ് നയമില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. EMS ഭവന പദ്ധതിക്ക് വേണ്ടി സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള തുക മാറ്റിവെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് മേഖലാ വിഭജനം നടത്തി മറ്റു പദ്ധതികൾക്ക് ഫണ്ട് ചെലവഴിക്കുന്നത്. ലോകബാങ്കിന്റെ പ്രത്യേക സഹായം പഞ്ചായത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾക്കുള്ളതാണ്. ഈ ഫണ്ട് EMS ഭവന പദ്ധതിക്ക് ഉപയോഗിക്കുവാനുള്ള അനുമതി സർക്കാരിൽ നിന്നും ഇല്ല. അപ്പോൾ കഴിവുകെട്ട ഒരു പ്രസിഡന്റ് ആകുക, അതുകൊണ്ട് ഭരണകാര്യങ്ങളിൽ അവർ നയപരമായ തീരുമാനങ്ങൾ എതിർക്കുക, പുറത്ത് അനുകൂലിക്കുന്ന ഭാഗം കാണിച്ച ഇതുപോലെ തുടങ്ങി 1 വർഷമായി. ഇത് പല കമ്മിറ്റികളിലും UDF കമ്മിറ്റികൾ ചർച്ച ചെയ്യപ്പെട്ടാൽ UDF കമ്മിറ്റിയോട് വിളിച്ചു ചേർക്കാറില്ല. ചെയർമാനോട് വിളിക്കാൻ പറഞ്ഞാൽ സെക്രട്ടറി വിളിക്കാൻ പറഞ്ഞാൽ ചെയർമാൻ മെമ്പർ പറയും, മെമ്പർ നിയോജകമണ്ഡല സെക്രട്ടറിയോട് പറയും, നിയോജകമണ്ഡല സെക്രട്ടറി പറഞ്ഞാൽ നിയോജകമണ്ഡല പ്രസിഡന്റ്, അങ്ങനെ നിരന്തരമായിട്ട് എന്നെ കൊണ്ട് ഇവരൊക്കെ വിളിപ്പിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടാറില്ല. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി വികസന കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ബോർഡിൽ ഇവർക്ക് എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ട് മൂത്തേടം പഞ്ചായത്തിന്റെ വികസനം മുരടിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ മൂത്തേടം പഞ്ചായത്ത് ലീഗിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനു ശേഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗിന് നൽകിയെങ്കിലും ഇത് ഏറ്റെടുക്കുവാൻ ലീഗ് തയ്യാറായില്ല. ഇതിനു പകരമായി 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങൾ ലീഗിന് നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിൽ UDF കമ്മിറ്റി പ്രവർത്തിക്കുന്നില്ല. കാര്യമായ ചർച്ചകൾ പോലും നടത്തുന്നില്ല. ഇതിന് മുസ്ലിം ലീഗ് മാത്രമാണ് ഉത്തരവാദി. മൂത്തേടം പഞ്ചായത്ത് നിയോജകമണ്ഡലം UDF കമ്മിറ്റി എന്ന് പറയുന്നത് മൂത്തേടം പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി അടക്കുന്ന ഒരു സമിതി. അവിടുത്തെ പഞ്ചായത്തിന്റെ പ്രാദേശിക വിഷയങ്ങളിൽ പോലും അദ്ദേഹം ഇടപെടും, നിയോജകമണ്ഡലം കാര്യത്തിൽ ഇടപെടും. അദ്ദേഹമാണ് അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതും പറയുന്നതും. അദ്ദേഹത്തിന് ഇടൻ അജണ്ടയുണ്ട്, കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളത്. ആ അജണ്ടയുമായി പോകുന്നതുകൊണ്ടാണ് UDF കമ്മിറ്റി മേൽ കമ്മിറ്റി അറിയിച്ചാൽ പോലും അതിന്റെ നിയോജകമണ്ഡല പ്രസിഡന്റിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. അവരുടെ ഇടയിലുള്ള ഗ്രൂപ്പിസവും അതാണ് ഈ മൂത്തേടം പഞ്ചായത്തിലെ UDF കമ്മിറ്റി മുന്നോട്ട് പോകാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. മുസ്ലിം ലീഗ് യൂത്ത് ലീഗിനെ മുന്നിലിറക്കി കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇത്തരം ആരോപണവുമായി ലീഗ് മുന്നോട്ട് വന്നാലും കോൺഗ്രസിനെ തകർക്കാൻ കഴിയില്ല. യൂത്ത് ലീഗിന്റെ മുന്നിൽ രാജിവെക്കുവാൻ താൻ തയ്യാറല്ല എന്നും മുസ്ലിം ലീഗിന് ആവശ്യമെങ്കിൽ തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പുറത്താക്കട്ടെ എന്നും യൂത്ത് ലീഗ് ആരോപിക്കുന്ന സ്ത്രീ വിഷയത്തിൽ വ്യക്തമായ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളെ നിത്യേന തേജോധം ചെയ്യാണ്. ഒരാൾക്കാരില്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് PTA പ്രസിഡന്റിനെ, അതുപോലെ തന്നെ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റിനെ, അതുപോലെ തന്നെ മെമ്പർമാരെ, പ്രസിഡന്റുമാരെ തേജോധം ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവാണ്. ഇത് വെച്ച് ഉറപ്പിക്കാൻ ഇനി മൂത്തേടത്ത് അനുവദിക്കില്ല. അവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് വിശ്വാസമില്ലെങ്കിൽ അവിശ്വാസം കൊണ്ടുവരട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റിനെ വിശ്വാസമില്ലെങ്കിൽ മെമ്പർമാർക്ക് വിശ്വാസമില്ല, അവിശ്വാസം പെടുത്തട്ടെ. പഞ്ചായത്തിൽ ഞങ്ങൾ പ്രദേശത്തിരുന്ന് മാന്യമായിട്ട് സഹകരിക്കാം, തയ്യാറാണ്. അല്ലെങ്കിൽ പുറത്ത് UDF എന്ന് പറയുകയും അകത്ത് വരുമ്പോൾ ഐക്യമുന്നണി എന്ന് പറഞ്ഞ് ഐക്യമില്ലാതിരിക്കുന്ന ചെയ്യുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണം എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് നേതൃത്വത്തിനെ ശക്തമായ ഭാഷയിലാണ് കോൺഗ്രസ് അംഗങ്ങൾ വിമർശിച്ചത്. എടക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് P. ഉസ്മാൻ, MK കുഞ്ഞുണ്ണി, M. ബഷീർ, CP കുഞ്ഞുമുഹമ്മദ്, ഡെയ്സി മത്തായി, ഉഷ സച്ചിദാനന്ദൻ, ആന്റണി മാത്യു, അനീഷ് കാറ്റാടി, ഷിനോസ് കറിയ, AP അബ്ദുറഹ്മാൻ, M. അസീസ്, CK സിദ്ദീഖ്, TK ഹഫ്സത്ത് എന്നിവർ പങ്കെടുത്തു. ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് 10ഓളം വാഹനങ്ങളിൽ ഇടിച്ച് അപകടം. നിലമ്പൂർ താഴെ ചന്തകുന്നിലാണ് അപകടം നടന്നത്.
ഇന്ന് വൈകിട്ടോടെ താഴെ ചന്തക്കുന്നിലാണ് അപകടം നടന്നത്. ഡ്രൈവറുടെ തക്ക സമയത്തെ ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കി. അപകടത്തിൽപ്പെട്ടവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മുമ്പിലുള്ള വണ്ടിക്ക് തട്ടിയാണ്ട് ആ വണ്ടിക്കിന്റെ ഗ്യാപ്പിട്ടില്ല, വണ്ടി ആ വീട്ടിൽ ചേർന്നായിട്ട് പോയതാണ്. ഞാൻ ചവിട്ടിക്ക് നിരക്കി കൊടുക്കുന്ന വണ്ടി. അപകടശേഷം CNG റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. നിലമ്പൂർ SI സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ചു. വ്രതപുണ്യങ്ങളുടെ നാളുകൾക്ക് തുടക്കമായി. ശരണമന്ത്രധ്വനികളുമായി ഈശ്വര ദർശനം കാംക്ഷിച്ച് മല ചവിട്ടുന്ന ഭക്തർക്ക് ദർശന പുണ്യമൊരുങ്ങി. അയ്യപ്പ ശരണമന്ത്രങ്ങളുമായി ക്ഷേത്രങ്ങളിൽ മണ്ഡലമാസാചരണത്തിന് തുടക്കമായി. വൃശ്ചിക മാസത്തിലെ ആദ്യ ദിനത്തിൽ തന്നെ നൂറുകണക്കിന് ഭക്തരാണ് മുദ്രയണിഞ്ഞ് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ, ഭജന, ഭിക്ഷ എന്നിവയോടെയാണ് മണ്ഡലമാസാചരണത്തിന് തുടക്കമായത്. അഖണ്ഡനാമയജ്ഞം, മണ്ഡലം വിളക്ക് എന്നിവയും ക്ഷേത്രങ്ങളിൽ ആചരണത്തിന്റെ ഭാഗമായി നടക്കും. പൂക്കോട്ടുംപാടം വില്ലത്ത് ക്ഷേത്രത്തിൽ ക്ഷേത്രം മേൽശാന്തി VM ശിവപ്രസാദ് കാർമ്മികത്വം വഹിച്ചു. ഗുരുസ്വാമിമാരായ കൊരമ്പയിൽ വിജയൻ, P. അയ്യപ്പുണ്ണി എന്നിവർ സ്വാമിമാർക്കുള്ള മുദ്രയും വസ്ത്രങ്ങളും കൈമാറി. ക്യാമ്പിൽ രവി, K. സുകുമാരൻ, PV വാസുദേവൻ, മറ്റത്തിൽ രാധാകൃഷ്ണൻ, KS ചന്ദ്രശേഖരൻ എന്നിവർ നേതൃത്വം നൽകി. അമരമ്പലം സൌത്ത് ശിവക്ഷേത്രത്തിൽ ഗണപതി ഹോമം, മണ്ഡലവിളക്ക് എന്നിവയോടെയാണ് ആചരണം നടന്നത്. മേൽശാന്തി VM വിജയകൃഷ്ണൻ എമ്പ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു. അരയൂർ ശങ്കരൻ നമ്പീശൻ നേതൃത്വം നൽകി. ചുള്ളിയോട് വേട്ടക്കരുമക്കൾ ക്ഷേത്രത്തിൽ ഭജന, ഭിക്ഷ എന്നിവയോടെയാണ് മണ്ഡലാചരണം ആരംഭിച്ചത്. മേൽശാന്തി ചെമ്പാഴി സന്തോഷ്, ഏടത്തിൽ ദാമോദരൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഗുരുസ്വാമിമാരായ ചാമിക്കുട്ടി, TK രാജൻ, ഭാരവാഹികളായ K. ഹരിദാസൻ, K. ഗോപാലൻ, K. നിർമ്മലൻ, G. ബിജു എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷകർക്കുള്ള ബോധവൽക്കരണ ക്യാമ്പ് നടത്തി. വേങ്ങാപരതയിൽ നടന്ന പരിപാടി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പ്രേമാവതി ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീര കർഷകർക്ക് വേണ്ടി നടത്തുന്ന വിജ്ഞാന വ്യാപന ക്യാമ്പാണ് വേങ്ങാപരത ക്ഷീര സഹകരണ സംഘത്തിൽ നടത്തിയത്. യോഗത്തിൽ സംഘം പ്രസിഡന്റ് KJ ദേവസ്യ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VK അബ്ദു, K. വാസുദേവൻ, രത്നാഗോപി കണ്ണമ്പാക്ക, KT അലി, ജോസ് പൊയ്കമുക്ക് എന്നിവർ പ്രസംഗിച്ചു. നിലമ്പൂർ RAICയിലെ ഡോക്ടർ ഷംന സ്വാഗതവും ഫീൽഡ് അസിസ്റ്റന്റ് സുരേന്ദ്രൻ നായർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ പ്രേമാവതി, ഡോക്ടർ ഷംന, ഡോക്ടർ ജയരാജ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള.